നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ മീ? ആദ്യം എവിടെ? ഇവിടെ ഓഫീസിലുണ്ട്. ഓഫീസ് എന്ന് പറയുമ്പോ പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? നിങ്ങൾ അവനെവിടെ എന്ത് ചെയ്യുവാ? അവനിവിടെ സേഫാണ് ആമി. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? ആമീം, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കഷ്ടമാണ്. ഇപ്പൊ നമ്മുടെ കൺമുന്നിലെങ്കിലും ഉണ്ട്. അവൻ എവിടെയാണെന്ന് അറിയാതിരിക്കുന്നതിനേക്കാൾ ഭേദമല്ലേ അത്? അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചതി കാണിച്ച് പിടിച്ചുകൊണ്ടോണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. ആര് ചതിച്ചോന്ന് നീ പറയുന്നേ? ഞാൻ വിശ്വസിച്ച എന്റെ ഭർത്താവ് അല്ലാതാരാ? ആമീം, മുത്തശ്ശി ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ നീ അവനെന്റെ കൂടപ്പിറപ്പാ. ഇങ്ങനെയല്ലാതെ പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഞാൻ നിന്റെ ഭർത്താവാണെന്നുള്ള കൺസിഡറേഷൻ ഒന്നും എനിക്ക് വേണ്ട. പക്ഷെ ഒരു പോലീസ് ഓഫീസറുടെ ഭാഗത്തുനിന്ന് നീ ചിന്തിക്കണം. ഈ ഒരൊറ്റ കേസിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ എന്തുമാത്രം മോശമായെന്ന്. ഒരു തെറ്റും ചെയ്യാതെ സസ്പെൻഷൻ വരെ എനിക്ക് കിട്ടി. ആദ്യം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് തെളിയിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല പ്രശ്നം. ആര് തെളിയിക്കാൻ? നിങ്ങൾ പോലീസുകാരോ? അങ്ങനെ സത്യം മാത്രം തെളിയിക്കാനായിരുന്നെങ്കിൽ ഈ നാട് പണ്ട് നന്നായി പോവായിരുന്നല്ലോ. നിനക്കെന്നെ വിശ്വാസമില്ല ആമി? ഇല്ല, ഒരു ഇഞ്ചി പോലും ഇല്ല. കാര്യം വരുമ്പോ നിങ്ങൾ തനി പോലീസുകാരന്. സസ്പെൻഷൻ പിൻവലിച്ചപ്പോ സ്വയം പ്രൂവ് ചെയ്യേണ്ട ആവശ്യമായി പോയില്ലേ നിങ്ങൾക്ക്? അതിനല്ലേ ഈ നാടകമൊക്കെ കളിച്ച് എന്റെ മുത്തശ്ശിയെ കരുവാക്കി അവരെ വിളിച്ചു വരുത്തി തല്ലിക്കൊല്ലാൻ ഇട്ടുകൊടുത്ത. അമ്മീ, നീ എന്തറിഞ്ഞിട്ടായി പറയുന്നേ? എനിക്കൊന്നും അറിയണ്ട. ഒറ്റ കാര്യം ഞാൻ പറയാം. ഞങ്ങളുടെ ആദ്യക്ക് എന്തെങ്കിലും സംഭവിച്ച മുത്തശ്ശി മാത്രമല്ല, പിന്നെ ഈ ഭൂമുഖത്ത് ഞാനും ഉണ്ടാവില്ല. ആമി, ഹലോ. എന്റെ കുഞ്ഞ്, എന്റെ മോള്, മാപ്പ് മോളെ. അറിയാതെ എന്തൊക്കെയോ ഞാൻ പറഞ്ഞു പോയി. മുത്തശ്ശിയെ ശമിക്കല്ലേടാ. മുത്തശ്ശിയോട് പെടല്ലേ? പാവല്ലേ നിങ്ങളുടെ മുത്തശ്ശി, പാവല്ലേ? സർ, എന്താ ദത്ത? ആദ്യം നിരപരാധിയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അങ്ങനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റൂ ദത്ത? നിയമം നന്നായി അറിയാവുന്ന ഒരു IPS ഓഫീസർ തന്നെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് തന്നോട് സഹതാപം തോന്നുന്നു. സർ, സാറിന്റെ അവസ്ഥ മനസ്സിലാക്കണം. ഇപ്പൊ എന്റെ കുടുംബജീവിതം പോലും തകർന്ന അവസ്ഥയിലാ. ഇരിക്കെ. ഇക്കാര്യത്തിൽ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും ദത്ത? ഈ യൂണിഫോം ഇട്ടാ പിന്നെ ഇത്തരം ചീഫ് സെന്റിമെന്റ്സിനൊന്നും ഒരു സ്ഥാനവുമില്ല. സി മിസ്റ്റർ ഉമാദത്തൻ, ഈ കേസിന്റെ ഗൗരവം തനിക്കറിയാലോ. ഹോം മിനിസ്റ്റർ വരെ നേരിട്ടിടപെട്ട കേസാ. എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. തന്റെ ബ്രദറിനെ രക്ഷിക്കാൻ ഇനി ഒരു ഒറ്റ വഴിയുള്ളൂ. അയാള് സത്യം തുറന്നു പറയണം. ആ പെൺകുട്ടി അയാൾ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് തുറന്നു പറയണം. അതല്ലാതെ ഈ ഊരാ കുടിക്കുന്ന അയാളെ രക്ഷിക്കാൻ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. താൻ അയാളോട് റിലേഷൻഷിപ്പിന്റെ ഇന്റിമസി വെച്ച് ഒന്ന് സംസാരിച്ചു നോക്ക്. ചിലപ്പോ അയാൾ മനസ്സ് തുറന്നാലോ. ആദി, അവർ നിന്നെ വല്ലാതെ ഉപദ്രവിച്ച മോനെ. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ നിസ്സഹായനാ. വാ, എഴുന്നേക്ക. എടാ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി.
ഇനി നിന്നെ രക്ഷിക്കാൻ എൻ്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീ സത്യം പറയണം. അതല്ലാതെ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. പൂജ അവിടെ ഉണ്ട്. നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? എന്റെ ഒരൊറ്റ ചോദ്യത്തിന് മാത്രം നീ ഉത്തരം പറഞ്ഞാൽ മതി. പൂജ അവിടെ ഉണ്ട്. സാർ സാറേ, അല്ല ഞാനൊന്നും ചോദിക്കട്ടെ. അല്ല ഓനശ തവാടു എന്താ ഇത്? നിങ്ങൾ കയറി നോക്ക്.